സ്റ്റുഡൻസ് ഇന്ത്യ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്. കേരളത്തിലെ ഏറ്റവും മികച്ച മൾട്ടിമീഡിയ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമായ സ്റ്റുഡൻസ് ഇന്ത്യ കുട്ടികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ബേസിക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സാണിത്. സെഷൻ 10. ടെൻസിനെ കുറിച്ച് പൊതുവായി നാം മനസ്സിലാക്കി. വെർബിനെ കുറിച്ചും അല്പം ചില കാര്യങ്ങൾ പരിശോധിക്കാം. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്നിവയുടെ വ്യത്യസ്ത രൂപങ്ങൾ, അവയിൽ ഓരോന്നും ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എന്നിവയാണ് നമുക്കിനിയും അറിയേണ്ടത്. സംസാരിക്കുന്നയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എപ്രകാരമാണ് ശരിയായി പ്രകടിപ്പിക്കേണ്ടതെന്നും അറിയാൻ ടെൻസുകളുടെ വ്യത്യസ്ത രൂപങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓരോ ടെൻസിനും 4 ഫോംസ് ഉള്ളതായി നാം കണ്ടു. അവ ദ സിമ്പിൾ ഫോം, ദ കണ്ടിന്യൂസ് ഫോം, ദ പെർഫെക്റ്റ് ഫോം, ദ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം എന്നിവയാണെന്നും നമുക്കറിയാം. ടെൻസ് ഫോംസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്യത്തിലെ സബ്ജക്റ്റ്, വെർബ് എന്നിവ തമ്മിലുള്ള ബന്ധത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ഒന്ന് തിരിയേണ്ടതുണ്ട്. സബ്ജക്റ്റ് ഒരു നൗൺ ആണല്ലോ. ഉദാഹരണമായി പെൻ, ബോയ്, സ്കൂൾ, ഫ്രൂട്ട്, കപ്പ്, കൗ തുടങ്ങിയവ. ഒരു നൗൺ ഒരെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതോ ഒന്നിലധികം എണ്ണത്തെ സൂചിപ്പിക്കുന്നതോ ആകാം. ഉദാഹരണമായി പെൻ എന്നത് ഒരെണ്ണത്തിനെ സൂചിപ്പിക്കുന്നു, എന്നാൽ പെൻസ് എന്നത് ഒന്നിലധികം എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഒരെണ്ണത്തിനെ സൂചിപ്പിക്കുന്ന നൗണിന് നാം സിംഗുലർ നൗൺ, ഏകവചനം എന്ന് പറയുന്നു. അപ്പോൾ ഒന്നിലധികം എണ്ണത്തെ സൂചിപ്പിക്കുന്നതോ അതിനെ പ്ലൂറൽ നൗൺ, ബഹുവചനം എന്ന് വിളിക്കുന്നു. സിംഗുലർ, പ്ലൂറൽ എന്നിവ നൗണിന്റെ നമ്പേഴ്സ് ആണ്. അതായത് സിംഗുലർ നമ്പർ, പ്ലൂറൽ നമ്പർ എന്നിവ. ടെൻസ് പഠിക്കുമ്പോൾ സബ്ജക്റ്റിന്റെ നമ്പർ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സബ്ജക്റ്റിന്റെ നമ്പർ മാറുമ്പോൾ വെർബിന്റെ രൂപവും മാറുന്നു. ഉദാഹരണമായി 2 വാക്യങ്ങൾ പരിശോധിക്കാം. പശു ഒരു മൃഗമാണ്. ദ കൗ ഈസ് ആൻ ആനിമൽ. ഇവിടെ വെർബ് ഈസ് ആണ്, കാരണം സബ്ജക്റ്റിന്റെ നമ്പർ സിംഗുലർ ആണ്, കൗ. നമുക്ക് പറയേണ്ടത് പശുക്കൾ മൃഗങ്ങളാണെന്നാണെങ്കിലോ നാം ഇങ്ങനെ പറയും, കൗസ് ആർ ആനിമൽസ്. ഇവിടെ വെർബ് ആർ ആണ്, കാരണം സബ്ജക്റ്റിന്റെ നമ്പർ ഫ്ലൂറലാണ്, കൗസ്. വാക്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ കാര്യം കൂടി ഓർമ്മിക്കുമല്ലോ. ഫോംസ് ഓഫ് ടെൻസസ്. പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം. പ്രസന്റ് സിമ്പിൾ, സിമ്പിൾ പ്രസന്റ്. ഇതിന് പല ഉപയോഗങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ടുള്ള 2 പറയാം. ഒന്നാമതായി വർത്തമാനകാലത്ത്, അതായത് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയിക്കുക. ഉദാഹരണമായി ആൻസി ലണ്ടനിൽ വസിക്കുന്നു. ആൻസി ലീവ്സ് ഇൻ ലണ്ടൻ. ദേ ലീവ് ഇൻ ലണ്ടൻ. അവർ ലണ്ടനിൽ വസിക്കുന്നു. റൂബി ഒരു കടയിൽ ജോലി ചെയ്യുന്നു. റൂബി വർക്ക്സ് ഇൻ എ ഷോപ്പ്. റൂബിയും ഡാനും ഒരു കടയിൽ ജോലി ചെയ്യുന്നു. റൂബി ആൻഡ് ഡാൻ വർക്ക് ഇൻ എ ഷോപ്പ്. രണ്ടാമതായി സാധാരണയായി നടക്കുന്ന കാര്യങ്ങൾ, നിത്യസത്യങ്ങൾ എന്നിവ കാണിക്കാൻ ഉദാഹരണങ്ങൾ നോക്കാം. ജോൺ എല്ലാ ഞായറാഴ്ചയും ഫുട്ബോൾ കളിക്കുന്നു. ജോൺ പ്ലേസ് ഫുട്ബോൾ എവറി സൺഡേ. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഫുട്ബോൾ കളിക്കുന്നു. വി പ്ലേ ഫുട്ബോൾ എവറി സൺഡേ. സെൻ എന്നും വൈകുന്നേരം ഉത്തരങ്ങൾ എഴുതുന്നു. സെൻ റൈറ്റ്സ് ദി ആൻസേഴ്സ് എവറി ഈവനിങ്. സെന്നും റോയും എന്നും വൈകുന്നേരം ഉത്തരങ്ങൾ എഴുതുന്നു. സെൻ ആൻഡ് റോയ് റൈറ്റ് ദി ആൻസേഴ്സ് എവറി ഈവനിങ്. എന്നും മഴ പെയ്യുന്നു. ഇറ്റ് റെയിൻസ് എവറി ഡേ. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഭൂമി ഉരുണ്ടതാണ്. ദി എർത്ത് ഈസ് റൗണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. വർത്തമാനകാലത്ത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ നോക്കാം. കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ്. കുട്ടികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദ ചിൽഡ്രൻ ആർ സ്ലീപ്പിംഗ്. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ടോക്കിംഗ് ടു എ ഫ്രണ്ട്.
ഞങ്ങൾ സ്നേഹിതരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ ടോക്കിംഗ് ടു അവർ ഫ്രണ്ട്സ്. ജോർജ് ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോർജ് ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് നൗ. ഞാൻ ഇവിടെ സുമയെ കാത്തിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഹിയർ ഫോർ സുമ. നാം കണ്ട വാക്യങ്ങളെല്ലാം ഓരോ പ്രവൃത്തിയും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു. മറ്റൊരു ഉപയോഗം കാണാം. സമീപ ഭാവിയിൽ ഒരു കാര്യം സംഭവിക്കും എന്ന് കാണിക്കുവാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ നോക്കാം. അടുത്ത ആഴ്ച ഞങ്ങളൊരു ടൂർ പോകുന്നുണ്ട്. വി ആർ ഗോയിങ് ഓൺ എ ടൂർ നെക്സ്റ്റ് വീക്ക്. ഞാൻ നാളെ റൂബിയെ കാണുന്നുണ്ട്. ഐ ആം സീയിങ് റൂബി ടുമോറോ. ഡാഡി അടുത്ത മാസം അവധിക്ക് വരുന്നുണ്ട്. ഡാഡി ഈസ് കമ്മിങ് ഓൺ ലീവ് നെക്സ്റ്റ് മന്ത്. ഈ ടെൻസിന്റെ ഘടന എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ആം പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓർ ഈസ് പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓർ ആർ പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. നമ്മുടെ ഉദാഹരണങ്ങൾ കാണുന്നത് ഈ സ്ലീപ്പിംഗ്, ആർ സ്ലീപ്പിംഗ്, ആം ടോക്കിംഗ്, ആർ ടോക്കിംഗ്, ഈസ് പ്ലേയിങ്, ആം വെയിറ്റിംഗ്, ആർ ഗോയിങ്, ഈസ് കമ്മിങ് എന്നിവയാണല്ലോ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് ടെൻസിന്റെ മൂന്നാമത്തെ ഫോം പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഈ സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയായിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു ഉപയോഗം. ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ ഉത്തരം എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഐ ഹാവ് റിട്ടൺ ദി ആൻസർ. ബീന തിരികെ എത്തിയിരിക്കുന്നു. ബീന ഹാസ് കം ബാക്ക്. റോയ് വീട്ടിലേക്ക് പോയിരിക്കുന്നു. റോയ് ഹാസ് ഗോൺ ഹോം. ഈ ടെൻസിന്റെ മറ്റൊരു ഉപയോഗം പറയാം. കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവം എപ്പോൾ നടന്നു എന്ന് പറയാതെ സൂചിപ്പിക്കുക എന്നതാണ് അത്. ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ ഈ സിനിമ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദിസ് ഫിലിം 2 times. ഞാൻ ഒരു തവണ ആഗ്രയിൽ പോയിട്ടുണ്ട്. I have been to Agra once. ഈ ടെൻസിന്റെ ഘടന എങ്ങനെയാണ്? ഹാസ് അഥവാ ഹാവ് എന്നതിനോട് കൂടി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അതായത് V3 ഉപയോഗിക്കുന്നു. നമ്മുടെ ഉദാഹരണങ്ങളിൽ ഹാവ് റിട്ടൺ, ഹാസ് കം, ഹാസ് ഗോൺ, ഹാവ് സീൻ, ഹാവ് ബീൻ എന്നിവ അങ്ങനെയുള്ളവയാണല്ലോ. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടതായ ഹാസ് കം എന്ന വെർബിൽ കം എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അതായത് V3 ആണ്. കം, കെയിം, കം എന്നിവയിലെ മൂന്നാമത്തേതാണ് V3. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാൻ ഈ കമ്പനിയിൽ 4 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി ഫോർ 4 years. ഇനി പറയുന്ന 3 ആശയങ്ങൾ ഈ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ കമ്പനിയിൽ ജോലി ആരംഭിച്ചത് 4 വർഷം മുമ്പാണ്. ഞാൻ 4 വർഷമായി ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും ഈ ടെൻസിന്റെ ധർമ്മം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഭൂതകാലത്ത് എന്നോ ആരംഭിച്ച ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുവാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. വേറെ ഒരു ഉദാഹരണം കാണാം. ആൻസി 2 മണിക്കൂറായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആൻസി ഹാസ് ബീൻ ടോക്കിംഗ് ഫോർ 2 hours. ഞങ്ങൾ 10 വർഷമായി ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 10 years. ഞാൻ 2018 മുതൽ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been studying in this school since 2018. ഈ ടെൻസിന്റെ ഘടന എങ്ങനെയാണ്? ഹാസ് അഥവാ ഹാവ് പ്ലസ് ബീൻ എന്നതിനോട് കൂടി വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ചേർക്കുന്നു. നമ്മുടെ ഉദാഹരണങ്ങൾ ഇങ്ങനെയാണല്ലോ. അതായത് ഹാവ് ബീൻ പ്ലസ് വർക്കിംഗ്, ഹാസ് ബീൻ പ്ലസ് ടോക്കിംഗ്, ഹാവ് ബീൻ പ്ലസ് ലിവിംഗ്, ഹാവ് ബീൻ പ്ലസ് സ്റ്റഡിയിങ് എന്നിങ്ങനെയാണല്ലോ. പ്രസന്റ് ടെൻസിന്റെ 4 ഫോംസ് കണ്ടല്ലോ. ഇനി പാസ്റ്റ് ടെൻസിന്റെ ഫോംസ് പരിശോധിക്കാം.
Students India English Speaking Course. Past tense, ഭൂതകാലം, കഴിഞ്ഞ കാലം. കഴിഞ്ഞു പോയ കാലത്ത് നടന്ന കാര്യങ്ങൾ പരാമർശിക്കുന്ന ടെൻസ് ഫോമാണ് പാസ്റ്റ് ടെൻസ് എന്ന് നമുക്കറിയാം. പ്രസന്റ് ടെൻസിന്റെ കാര്യത്തിലേതുപോലെ പാസ്റ്റ് ടെൻസിനും 4 ഫോംസ് ഉണ്ട്. ഓരോന്നും പരിശോധിക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ഇതിനെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് എന്നും വിളിക്കാം. ഇതിന്റെ ഉപയോഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഞാൻ ഇന്നലെ ജോണിനെ കണ്ടു. ഐ സോ ജോൺ യെസ്റ്റർഡേ. ഇവിടെ ഭൂതകാലത്ത് നടന്നു കഴിഞ്ഞ അഥവാ പൂർത്തിയായ ഒരു സംഭവം പറയുന്നു. ജയൻ കഴിഞ്ഞ വർഷം സൈന്യത്തിൽ ചേർന്നു. ജയൻ ജോയിൻ ദി ആർമി ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ ആഴ്ച റൂബിക്ക് എന്റെ കത്ത് കിട്ടി. റൂബി റിസീവ്ഡ് മൈ ലെറ്റർ ലാസ്റ്റ് വീക്ക്. ഞാൻ ജർമ്മനിയിൽ 2 വർഷം താമസിച്ചു. ഐ ലിവ്ഡ് ഇൻ ജർമ്മനി ഫോർ 2 years. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങളിലെല്ലാം ഭൂതകാലത്ത് ഏതെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞതായി പറഞ്ഞിരിക്കുന്നു. ഈ ടെൻസ് ഫോമിന്റെ മറ്റൊരു ഉപയോഗം പറയാം. കഴിഞ്ഞ കാലത്ത് ഒരു ശീലം അഥവാ പതിവ് ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുവാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണങ്ങൾ നോക്കാം. കുട്ടിക്കാലത്ത് സിനി നാണം കുണുങ്ങിയായിരുന്നു. സിനി വാസ് ഷൈ as a child. ചെറുപ്പത്തിൽ ആൻസി ഒരു വായാടിയായിരുന്നു. ഇൻ ഹർ ചൈൽഡ്ഹുഡ് ആൻസി വാസ് ടോക്കറ്റീവ്. കഴിഞ്ഞ വർഷം എന്നും വൈകുന്നേരം ഞാൻ ടെന്നീസ് കളിക്കുമായിരുന്നു. ലാസ്റ്റ് ഇയർ ഐ പ്ലേഡ് ടെന്നീസ് എവറി ഈവനിങ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഏതാനും ഉദാഹരണങ്ങൾ കണ്ടതിന് ശേഷം ഈ ടെൻസിന്റെ ഉപയോഗം നമുക്ക് നിർവചിക്കാം. മരിയ രാവിലെ പാചകം ചെയ്യുകയായിരുന്നു. മരിയ വാസ് കുക്കിംഗ് ഇൻ ദ മോർണിംഗ്. മരിയയും അവളുടെ അമ്മയും രാവിലെ പാചകം ചെയ്യുകയായിരുന്നു. മരിയ ആൻഡ് ഹർ മദർ വേ കുക്കിംഗ് ഇൻ ദ മോർണിംഗ്. ഞാൻ സാമിനെ കണ്ടപ്പോൾ അയാൾ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാം വാസ് റൈറ്റിംഗ് എ ലെറ്റർ വെൻ ഐ സോ ഹിം. പകൽ മുഴുവൻ പശുക്കൾ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. The cows were grazing all the day. ഈ ഉദാഹരണങ്ങളിലെല്ലാം നാം എന്താണ് കാണുന്നത്? കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു എന്നാണല്ലോ ഈ വാക്യങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗം പോയ കാലത്ത് ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നു എന്ന് കാണിക്കുകയാണ്. ഏതാനും ഉദാഹരണങ്ങൾ കൂടി നോക്കാം. വിനോദ് കാർ ഓടിക്കുകയായിരുന്നു. വിനോദ് വാസ് ഡ്രൈവിംഗ് എ കാർ. പട്ടി ഞങ്ങളോട് നേരെ കുരയ്ക്കുകയായിരുന്നു. The dog was barking at us. മണി കേട്ടപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. We were walking to the school when we heard the bell. ഈ ടെൻസിന്റെ ഘടന എന്താണ്? വാസ് അഥവാ വേർ എന്നതിനോട് കൂടി വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം അതായത് ing ഫോം ചേർക്കുന്നു. നമ്മുടെ ഉദാഹരണങ്ങളിലെ വാസ് കുക്കിംഗ്, വേർ കുക്കിംഗ്, വാസ് റൈറ്റിംഗ്, വേ ഗ്രേസിംഗ്, വാസ് ഡ്രൈവിംഗ്, വാസ് ബാർക്കിംഗ്, വേ വാക്കിംഗ് എന്നിവ ഇങ്ങനെയാണല്ലോ എന്ന് ശ്രദ്ധിക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പോയ കാലത്ത് ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് ഒരു പ്രവൃത്തി പൂർത്തിയായിരുന്നു എന്ന് കാണിക്കുവാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണം നോക്കാം. ബെല്ലടി ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് റൂബി ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. റൂബി ഹാഡ് ഈറ്റൻ ലഞ്ച് ബിഫോർ ഷി ഹേർഡ് ദ ബെൽ. ഡോക്ടർ എത്തുന്നതിന് മുമ്പ് രോഗി മരിച്ചിരുന്നു. The patient had died before the doctor arrived. നീ എന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോയി കഴിഞ്ഞിരുന്നു. I had gone before you called me. ഈ ടെൻസിന്റെ ഘടന എങ്ങനെയാണ്? ഹാഡ് എന്നതിനോട് കൂടി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അതായത് V3 ഫോം ചേർക്കുന്നു. നാം കണ്ട ഉദാഹരണങ്ങൾ ഒന്നുകൂടി നോക്കാം. ഹാഡ് ഈറ്റൻ അതായത് ഹാഡ് പ്ലസ് ഈറ്റൻ. ഈറ്റൻ എന്നത് ഈറ്റ് എന്ന വെർബിന്റെ V3 ഫോം ആണ്. ഹാഡ് ഡൈഡ്
ഡൈഡ് എന്നത് ഡൈ എന്ന വെർബിന്റെ V3 ഫോം ആണ്. ഹാഡ് ഗോൺ, അതായത് ഹാഡ് പ്ലസ് ഗോൺ. ഗോൺ എന്നത് ഗോ എന്ന വെർബിന്റെ V3 ഫോം ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഭൂതകാലത്ത് ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് ആരംഭിച്ച പ്രവൃത്തി ആ പ്രത്യേക സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുവാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ഇതാണ് സന്ദർഭം. 2005 മിസ്റ്റർ മാത്യു ആ സ്കൂളിൽ ടീച്ചർ ജോലിക്ക് ചേർന്നപ്പോൾ മിസ്റ്റർ അജിത് അവിടെ 4 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. When Mr. Matthew joined the school as a teacher in 2005, Mr. Ajit had been working there as a teacher for 4 years. മിസ്റ്റർ മാത്യു 2005 ജോലിക്ക് ചേർന്നു. മിസ്റ്റർ അജിത് 4 വർഷം മുമ്പ് അവിടെ ടീച്ചറായി ചേർന്നു എന്ന് മാത്രമല്ല, മിസ്റ്റർ മാത്യു ചേർന്നപ്പോൾ അജിത്ത് ആ ജോലിയിൽ തുടർന്നുകൊണ്ടും ഇരുന്നു. മഴ ആരംഭിച്ചപ്പോൾ ഞങ്ങൾ 1 മണിക്കൂറായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. When it started to rain, we had been playing for 1 hour. 9 മണി മുതൽ ഞാൻ ഈ നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I had been reading this novel since 9 o'clock. ഞാൻ വീട്ടിലെത്തിയപ്പോൾ മിനി 1 മണിക്കൂറോളമായി വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Minnie had been playing the violin for about an hour when I reached home. ഞാൻ ജിമ്മിൽ ചെന്നപ്പോൾ മറ്റുള്ളവരെല്ലാവരും 2 മണിക്കൂറായി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. When I reached the gym, all the others had been doing exercise for 2 hours. ഇതിന്റെ ഘടന എങ്ങനെയാണ്? ഹാഡ് പ്ലസ് ബീൻ എന്നതിന് ശേഷം വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ചേർക്കുന്നു. നമ്മുടെ ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഹാഡ് ബീൻ വർക്കിംഗ്, അതായത് ഹാഡ് ബീൻ എന്നതിനോട് കൂടി വർക്ക് എന്ന വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ വർക്കിംഗ് ചേർത്തിരിക്കുന്നു. ഹാഡ് ബീൻ പ്ലേയിങ്. ഹാഡ് ബീൻ എന്നതിനോട് കൂടി പ്ലേ എന്ന വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ പ്ലേയിങ് ചേർത്തിരിക്കുന്നു. ഹാഡ് ബീൻ റീഡിംഗ്. ഇവിടെ ഹാഡ് ബീൻ എന്നതിനോട് കൂടി റീഡ് എന്ന വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ റീഡിംഗ് ചേർത്തിരിക്കുന്നു. ഇവിടെ ഹാഡ് ബീൻ എന്നതിനോട് കൂടി ബിയിലേതുപോലെ പ്ലേ എന്നതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ പ്ലേയിങ് ചേർത്തിരിക്കുന്നു. ഹാഡ് ബീൻ ഡൂയിങ്. ഇവിടെ ഹാഡ് ബീൻ എന്നതിനു കൂടി ഡു എന്നതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ ഡൂയിങ് ചേർത്തിരിക്കുന്നു. സ്റ്റുഡൻസ് ഇന്ത്യ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്. ഫ്യൂച്ചർ ടെൻസ്, ഭാവികാലം. ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഭാവിയിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ടെൻസ് ആണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് നമുക്കറിയാം. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് പോലെ ഫ്യൂച്ചർ ടെൻസിനും 4 ഫോംസ് ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഭാവി കാലത്ത് ഒരു കാര്യം സംഭവിക്കും എന്ന് കാണിക്കുന്നതിന് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ ബാലനെ നാളെ സന്ദർശിക്കും. I will visit ബാലൻ tomorrow. ഇവിടെ ഞാൻ എൻ്റെ ഉദ്ദേശം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ബാലനെ നാളെ സന്ദർശിക്കാം. I shall visit ബാലൻ tomorrow. ഇവിടെ ഞാൻ ഒരു വാഗ്ദാനം നടത്തുന്നു. Will visit, shall visit എന്നിവ ഭാവി പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. എയിൽ ഉദ്ദേശം അഥവാ ഇന്റൻഷൻ പ്രകടിപ്പിക്കുന്നു. ബിയിൽ ഇത് ഒരു വാഗ്ദാനം അഥവാ ഓഫർ പ്രകടിപ്പിക്കുന്നു. ഞാൻ അങ്ങയെ സഹായിക്കാം. I shall help you. ഞാൻ അങ്ങയെ സഹായിക്കട്ടെയോ? Shall I help you? ഉദാഹരണം സിയിൽ ഒരു വാഗ്ദാനവും ഉദാഹരണം ഡിയിൽ ഒരു വാഗ്ദാനം ചോദ്യരൂപത്തിലും നടത്തിയിരിക്കുന്നു. ആ ജോലി കിട്ടാൻ ഞാൻ അയാളെ സഹായിക്കും. I will help him to get the job. ഈയിൽ നാം കാണുന്നത് ഒരു നിശ്ചയമാണ്.
വിൽ, ഷാൽ എന്നിവ സിമ്പിൾ ഫ്യൂച്ചർ കാണിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഈ ടെൻസിന്റെ ഘടന എങ്ങനെയാണ്? വിൽ അഥവാ ഷാൽ എന്നതിനോടുകൂടി വെർബിന്റെ ബേസ് ഫോം അഥവാ V1 ചേർക്കുന്നു. എയിൽ വിൽ പ്ലസ് ബേസ് ഫോം ആയ വിസിറ്റ് കാണാം. ബിയിൽ ഷാൽ പ്ലസ് ബേസ് ഫോം ആയ വിസിറ്റ് കാണാം. സിയിലും ഡിയിലും ഷാൽ പ്ലസ് ബേസ് ഫോം ആയ ഹെൽപ്പ് കാണാം. ഇയിൽ വിൽ പ്ലസ് ബേസ് ഫോം ആയ ഹെൽപ്പ് കാണാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇലിസ്ട്രേഷൻ നോക്കുക. Now 8 a.m. 9 a.m. future will start work. 5 p.m. future will finish the work. Jacob will be working from 9 a.m. to 5 p.m. ഭാവി കാലത്ത് ഒരു പ്രവൃത്തി കുറച്ചു സമയമായി തുടർന്നുകൊണ്ടിരിക്കും എന്ന് കാണിക്കുവാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എ ഫ്യൂച്ചർ ആക്ഷൻ ദാറ്റ് വിൽ ഹാപ്പൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം എന്ന് വിശദീകരിക്കാം. ഇലിസ്ട്രേഷൻ നോക്കുക. ഞാൻ പറയുന്നത് 8 AM ഞാൻ ജോലി ആരംഭിക്കുന്നത് 9 AM ഞാൻ ജോലി പൂർത്തിയാക്കുന്നത് 5 PM അപ്പോൾ നമുക്ക് ഇപ്രകാരം പറയാം: I will be working from 9 AM to 5 PM. ഈ കാര്യം ഞാൻ പറയുന്നത് 9 AM മുമ്പ് 8 AM അതായത് 9 AM മുതൽ 5 PM വരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. താങ്കളുടെ ട്രെയിൻ വരുമ്പോൾ ഞാൻ താങ്കളെ കാത്തിരിക്കുകയായിരിക്കും. I will be waiting for you when your train arrives. രാവിലെ 10 മണിക്ക് എന്നോട് എൻ്റെ സ്നേഹിതൻ ചോദിക്കുന്നു എന്ന് വിചാരിക്കുക: Let's go for a movie at 2:30 today. എനിക്ക് എൻ്റെ പരീക്ഷ 2 PM തുടങ്ങിയിരിക്കും. പരീക്ഷ അവസാനിക്കുന്നത് 4 PM അപ്പോൾ ഞാൻ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? 2:30 ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. At 2:30 PM I will be taking my English exam. ഈ ടെൻസിന്റെ ഘടന എന്താണ്? വിൽ ബി എന്നതിനു കൂടി വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ing ചേർത്തിരിക്കുന്നു. ഉദാഹരണങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം. എയിൽ വിൽ ബി പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ വർക്കിംഗ് ചേർക്കുന്നു. അപ്പോൾ വിൽ ബി വർക്കിംഗ് എന്ന് കിട്ടുന്നു. വിൽ ബി പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ റൈറ്റിംഗ് ചേർക്കുന്നു. അപ്പോൾ വിൽ ബി വെയിറ്റിംഗ് എന്ന് കിട്ടുന്നു. ബിയിൽ വിൽ ബി പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ വെയിറ്റിംഗ് ചേർക്കുന്നു. അപ്പോൾ വിൽ ബി വെയിറ്റിംഗ് എന്ന് കിട്ടുന്നു. സിയിൽ വിൽ ബി എന്നതിനോട് കൂടി പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ ടേക്കിംഗ് ചേർക്കുന്നു. അപ്പോൾ വിൽ ബി ടേക്കിംഗ് എന്ന് കിട്ടുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഭാവി കാലത്ത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞിരിക്കും എന്ന് കാണിക്കുന്നതിന് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷിൽ വിശദീകരണം ഇങ്ങനെയാകാം: It indicates the completion of an action at some time in the future time. Example: A. എനിക്ക് 25 വയസ്സാകുമ്പോഴേക്കും ഞാൻ എൻ്റെ മെഡിക്കൽ ഡിഗ്രി എടുത്തിരിക്കും. By the time I am 25 years old, I will have taken my medical degree. Example B. താങ്കൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ട്രെയിൻ എത്തിക്കഴിഞ്ഞിരിക്കും. The train will have arrived before you start from home. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞിരിക്കും. By tomorrow morning, I will have done my homework. എനിക്ക് 16 വയസ്സാകുമ്പോഴേക്ക് ഞാൻ സ്കൂൾ പഠനം പൂർത്തിയാക്കിയിരിക്കും. By the time I am 16 years old, I will have completed my school course. അടുത്ത വർഷം ഈ സമയമാകുന്നതിന് മുമ്പ് ഞാൻ കല്യാണം കഴിച്ചിരിക്കും. Before this time next year, I will have get married. Example F. 10 മണിയാവുമ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കും. By 10 o'clock, we will have eaten dinner. ഈ ടെൻസിന്റെ ഘടന എങ്ങനെയാണ്? Will have എന്നതിനോട് കൂടി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ V3 ചേർക്കുന്നു. ഉദാഹരണങ്ങൾ നോക്കാം.
എയിൽ വിൽ ഹാവ് പ്ലസ് ടേക്കൻ എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കുന്നു. ടേക്കൻ എന്നത് ടേക്ക് എന്ന വെർബിന്റെ V3 ഫോം ആണല്ലോ. ബിയിൽ വിൽ ഹാവ് പ്ലസ് അറൈവ്ഡ് എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കുന്നു. അത് അറൈവ് എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 ആണ്. അറൈവ്, അറൈവ്ഡ്, അറൈവ്ഡ് എന്നിങ്ങനെ. സിയിൽ വിൽ ഹാവ് പ്ലസ് ഡൺ എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഡൺ എന്നത് ഡു എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഡു, ഡിഡ്, ഡൺ. ഡിയിൽ വിൽ ഹാവ് എന്നതിനോട് കംപ്ലീറ്റഡ് എന്ന പാർട്ടിസിപ്പിൾ ചേർത്തിരിക്കുന്നു. അത് കംപ്ലീറ്റ് എന്ന വെർബിന്റെ V3 ഫോം ആണല്ലോ. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. ഇയിൽ വിൽ ഹാവ് എന്നതിനോട് ഗോട്ട് എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്തിരിക്കുന്നു. അത് ഗെറ്റ് എന്ന വെർബിന്റെ V3 ഫോം ആണല്ലോ. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. എക്സാമ്പിൾ എഫിൽ വിൽ ഹാവിനോട് ഈറ്റൻ എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്തിരിക്കുന്നു. അത് ഈറ്റ് എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. Which perfect continuous tense? ഭാവിയിൽ പൂർത്തിയാകാനിരിക്കുന്ന ഒരു പ്രവൃത്തി ഭാവിയിൽ പൂർത്തിയാകൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുവാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഈ പ്രവൃത്തി പാസ്റ്റിലോ പ്രസന്റിലോ ഫ്യൂച്ചറിലോ തുടങ്ങിയതാകാം. എക്സാമ്പിൾ, അടുത്ത തിങ്കളാഴ്ച നമ്മുടെ ഇവിടുത്തെ താമസം കൃത്യം 5 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. Next Monday, we'll have been living here exactly for 5 years. Illustration നോക്കുക. പറയുന്നത് ഇപ്പോൾ, തീയതി 20th Monday. വാസം തുടങ്ങിയത് 5 വർഷം മുമ്പ്, ഒരാഴ്ച കുറവ്. വാസം പൂർത്തിയാകുന്നത് അടുത്ത മൺഡേ, തീയതി 27. അപ്പോൾ വാസം തുടങ്ങിയിട്ട് 5 വർഷമായി തുടർന്നുകൊണ്ടിരിക്കും. എക്സാമ്പിൾ ബി, ഈ വർഷം അവസാനം എന്റെ ഇംഗ്ലീഷ് പഠനം 4 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. At the end of this year, I will have been studying English for 4 years. Example C, 6 മണിയാവുമ്പോൾ ഞാൻ ഇവിടെ മേരിയെ 2 മണിക്കൂറായി കാത്തിരിക്കുകയായിരിക്കും. By 6 o'clock, I will have been waiting for Mary for 2 hours. ഈ ടെൻസിന്റെ ഘടന നോക്കാം. വിൽ ഹാവ് ബീൻ എന്നതിനോട് കൂടെ വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ അഥവാ ING ഫോം ചേർക്കുന്നു. ഉദാഹരണങ്ങൾ നോക്കാം. വിൽ ഹാവ് ബീൻ പ്ലസ് ലിവിംഗ് എന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതായത് ലീവ് എന്ന വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ ലിവിംഗ്. ഉദാഹരണം ബി, വിൽ ഹാവ് ബീൻ പ്ലസ് സ്റ്റഡിങ് എന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതായത് സ്റ്റഡി എന്ന വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയ സ്റ്റഡിങ്. വിൽ ഹാവ് ബീൻ പ്ലസ് വെയിറ്റിംഗ് എന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ. എല്ലാ ടെൻസുകളുടെയും രൂപങ്ങൾ നാം കണ്ടു. നിങ്ങൾ കാണാൻ ഇടയാകുന്ന വാക്യങ്ങളിലുള്ളത് ഇവയിൽ ഏത് ടെൻസ് ആണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. അടുത്ത സെഷനിൽ എല്ലാ ടെൻസുകളുടെയും പാസീവ് ഫോംസ് പരിചയപ്പെടാം. ഈ സെഷനുകളിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലുറപ്പിച്ച് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കേരളത്തിലെ ഏറ്റവും മികച്ച മൾട്ടിമീഡിയ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമായ സ്റ്റുഡൻസ് ഇന്ത്യ സ്കൂൾ കുട്ടികൾക്കായി ഒരുക്കുന്ന സ്റ്റുഡൻസ് ഇന്ത്യ ബേസിക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക. വിശദാംശങ്ങൾ അടുത്ത സ്റ്റുഡൻസ് ഇന്ത്യ പഠന സഹായത്തിൽ നിന്ന് ലഭിക്കൂ. സ്റ്റുഡൻസ് ഇന്ത്യ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്.